അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അസ്സായി അലൽ അർമിലത്തി വൽ മസാക്കീൻ കൽ മുജാഹിദീന ഫീ സബീലില്ലാ. പടച്ചവന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി വലിയ മഹത്വവും പദവിയും നൽകപ്പെടുന്ന യോദ്ധാക്കൾക്ക് നൽകുന്ന പ്രതിഫലമാണ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, വിധവകളായ സഹോദരങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ആരെങ്കിലും പരിശ്രമിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറയുകയാണ്. നമുക്ക് ചുറ്റുപാടുകളിൽ അനേകായിരം വിധവകളായ സഹോദരങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റത്തെ കൂട്ടുമുട്ടിക്കാനുള്ള പെടാപ്പാടുകൾക്കിടയിൽ കഷ്ടപ്പാടുകളും രോഗങ്ങളും ദാരുണമായ വിപത്തുകളും വന്നു ഭവിക്കുമ്പോൾ അത് തരണം ചെയ്യാനും അതിനോട് അതിജയിച്ച് ജീവിതത്തിന്റെ ഘനാന്തരമായ പാതകളിലേക്ക് മുന്നേറാനും കഴിയാതെ പോകുമ്പോൾ ആത്മഹത്യാ മുനമ്പുകളിലേക്ക് പോകുന്ന പ്രവണത നാടുനീളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ പാവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, ദരിദ്ര നാരായണന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളില്ലാതെ, ഭാര്യയോട് എങ്ങനെ വർദ്ധിക്കണമെന്നറിഞ്ഞുകൂടാതെ, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചിട്ടില്ലാത്ത ആധുനിക ലോകത്തിലുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ വിധവകളായി മാറിപ്പോവുകയാണ്. ഡൈവോഴ്സുകൾ വർദ്ധിക്കുകയാണ്. ഈ ഡൈവോഴ്സുകൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നതിനെ കുറിച്ച് മറ്റു ചില പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ ആ വിഷയം തൊടുന്നില്ല. പക്ഷേ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വിധവകൾ, ആ വിധവകൾ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഓടി നടക്കുകയാണ്, അവർ അധ്വാനിക്കുകയാണ്. രോഗചികിത്സയ്ക്ക് വേണ്ടി വകയില്ലാതെ നാടുനീളെ കൈനീട്ടി യാചിക്കേണ്ട ഗതികേടിലേക്ക് വിധവകൾ വരുമ്പോൾ ആ വിധവകൾ ഒരിക്കലും നാടുനീളെ പോവേണ്ടവരല്ല, അവർ കൈനീട്ടി യാചിക്കേണ്ടവരല്ല. അവരെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അങ്ങനെ വിധവകൾക്ക് വേണ്ടി ആരെങ്കിലും പരിശ്രമിച്ചാൽ അസ്സായി അലൽ അർമിലതി വൽ മസാകീൻ കൽ മുജാഹിദീന ഫീ സബീലില്ലാ, പടച്ചവന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവരുടെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരാണ് പടച്ചവന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയിട്ടുള്ളവർ? നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ധർമ്മസമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളെല്ലാം ചീത്തയോടുള്ള സമരമായിരുന്നു, തെറ്റിനോടുള്ള സമരമായിരുന്നു, അനീതിയോടുള്ള സമരമായിരുന്നു. ആ സമരങ്ങൾ തെറ്റിനോടും അനീതിയോടും അക്രമത്തോടുമുള്ള സമരത്തിന്റെ പേരിൽ മൃത്യുവരിച്ച ഷഹീദായ രക്തസാക്ഷികളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം പറയുന്നു, വലാ തഖൂലു, നിങ്ങൾ അവരെ കുറിച്ച് പറയാൻ പാടില്ല അംവാതൻ, മരിച്ചുപോയി എന്ന് പറയരുത്. ബദറിന്റെയും ഉഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കളങ്ങളിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികളായ ശുഹദാക്കളെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയി എന്ന് പറയാൻ പാടില്ല. ബല്ലഹിയാഉൻ ഇൻദ റബ്ബിഹിം, അവർ പടച്ചവന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, വളരെ സുഭിക്ഷമായി ആഹരിച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് അവർ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതി തന്ന വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ SYSന്റെ പ്രവർത്തകന്മാർ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങളാണ് നടത്താൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ, വരുന്ന റമദാനിലോട് കോടിക്കണക്കിന് രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്താൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നും ഓരോ യൂണിറ്റിലെയും പാവപ്പെട്ട സഹോദരങ്ങൾ, അവർക്കറിയില്ല എവിടെ നിന്നാണ് മരുന്ന് കിട്ടുക എന്ന്. രോഗം വന്ന് വേദന കൊണ്ട് പൊളയുമ്പോഴും ചികിത്സിക്കാൻ പണമില്ലാതെ, പ്രഷർ നോക്കാൻ കഴിയാതെ, പോവട്ടെ ഷുഗർ ഒന്ന് പരിശോധിക്കാൻ കഴിയാതെ, അതിന് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ അടുത്ത ടൗണിലേക്ക് പോകണം, എന്നിട്ട് അവിടുന്ന് പരിശോധിക്കണം.
അതിന് ഫീസ് കൊടുക്കണം, അതിന് പോലും കഴിയാതെ, പ്രഷർ നോക്കാൻ കഴിയാതെ, ഷുഗർ നോക്കാൻ കഴിയാതെ, അതെല്ലാം അതിന്റെ ക്രമാതീതമായി വർധനവുണ്ടായി അവസാനം എന്നേക്കും രോഗത്തിന്റെ സ്ഥിരം അടിമയായി മാറുന്ന സാഹചര്യത്തിലാണ് SYS പ്രഖ്യാപിച്ചിട്ടുള്ളത് സാന്ത്വന കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുന്നെയാണ് വാദി ഇസ്ലാമിന്റെ പ്രവർത്തകന്മാർ സാന്ത്വന കേന്ദ്രം തുടങ്ങാൻ തീരുമാനിച്ചത്. ബഹുമാന്യനായ മന്ത്രിയുടെ ഡേറ്റ് കിട്ടാഞ്ഞപ്പോഴാണ് നീണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ വേറെ ഏതോ ഒരു പരിപാടിക്ക് മുന്നേ വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇതിന്റെ സംഘാടകർക്ക് ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്, ഇവിടെ സാന്ത്വന കേന്ദ്രത്തിൽ പ്രഷർ നോക്കാൻ, ഷുഗർ നോക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ ആയിരക്കണക്കായ സാന്ത്വന കേന്ദ്രങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗിയായി കിടന്ന് മാസങ്ങളോളം കിടക്കയിലും ബെഡിലും കിടന്ന് ശരീരത്തിന്റെ പുറം ഭാഗത്ത് പൊട്ടി മലർന്നു കിടക്കാൻ കഴിയാതെ മാസങ്ങളോളം ചെരിഞ്ഞു കിടക്കുന്ന എത്രയെത്ര രോഗികളാണ്. നമുക്കറിയാവുന്ന രോഗികളെക്കാൾ അറിയാത്ത രോഗികളുടെ എണ്ണമാണ് കൂടുതലുള്ളത്. അവർക്ക് ഒരു നേരം ബാത്റൂമിലേക്ക് പോവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം മസിൽ പൊട്ടി, എല്ല് പൊട്ടി നടക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാണവർ. അവർക്ക് SYSന്റെ സാന്ത്വനം പ്രവർത്തകന്മാർ വീൽ ചെയർ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് വീൽ ചെയർ. ആ വീൽ ചെയർ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അതിൽ ഇരുന്ന്, അല്ലെങ്കിൽ ബാത്ത് ചെയറിൽ ഇരുന്ന് തൊട്ടപ്പുറത്തെ റൂമിലെ ബാത്റൂമിലേക്ക് അവരെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്ന സഹായ പ്രവർത്തനങ്ങൾ. ഇവിടെ നമ്മൾ അറിയണം, ഒരു കണ്ണുകുരുടനായ മനുഷ്യൻ അവൻ റോഡ് മുറിച്ചു കിടക്കുന്നു എങ്കിൽ അവൻ കടന്നോട്ടെ എന്ന് തീരുമാനിക്കുമ്പോഴല്ല മനുഷ്യത്വം പൂർണ്ണമാകുന്നത്. കണ്ണുകുരുടൻ ഒരിക്കലും ഒറ്റക്ക് റോഡ് മുറിച്ച് കടക്കരുത്, ഞാൻ അവനെ കടത്തിക്കൊടുക്കണമെന്ന മാനസികമായ അവസ്ഥയാണ് യഥാർത്ഥമായ മനുഷ്യനുണ്ടാവേണ്ടത്. അവൻ കൈപിടിച്ച് കണ്ണുകുരുടൻ റോഡ് സൈഡിലൂടെ കടത്തിക്കൊടുക്കണം, റോഡിന് മുറുകെ കടത്തിക്കൊടുക്കണം. അപ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ആയിരക്കണക്കായ രോഗികൾ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്, ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, ഡയാലിസുകൾ വർദ്ധിച്ചു വരികയാണ്, കിഡ്നി ഫെയിലിയറായ 10,000-കണക്കായ സഹോദരങ്ങൾ. നമുക്കറിയാം, കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം, ഡയാലിസ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിന്റെ ഭാരവാഹികൾ SYS സോൺ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന് ഒരുപാട് വെള്ളം ശേഖരിക്കണം. വെള്ളം ശേഖരിക്കാൻ വലിയ ടാങ്കികൾ ആവശ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 2000-ന്റെ 2 ടാങ്കികൾ ആ വെള്ളം ശുദ്ധീകരിക്കാൻ, വെള്ളം സംരക്ഷിക്കാൻ, സ്വരൂപിക്കാൻ വേണ്ടി അവർക്ക് ഓഫർ നൽകുകയും അതവരുടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ രോഗികളോടൊപ്പം നിൽക്കണം, രോഗികളോടൊപ്പം നടക്കണം, രോഗികളോടൊപ്പം കൂട്ടിനിരിക്കാൻ നമ്മളുണ്ടായാൽ അതൊരു വലിയ ഇബാദത്താണ്, വലിയ ആരാധനയാണ്. അങ്ങനെ രോഗികൾക്കൊപ്പം നിങ്ങൾ കൂട്ടിരുന്നാൽ, നിങ്ങൾ ഒരു വേള രോഗിയായാൽ നിങ്ങളോടൊപ്പം കൂട്ടിരിക്കാൻ പടച്ചവൻ ആളെ നിയമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു നമുക്ക് രോഗം തരാതെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ രോഗിയായാൽ ചേരട്ടയെ പോലെ അവൻ ചുരുണ്ടുപോവുകയാണ്. പിന്നെ അവനിക്ക് മസിൽ പവറിൽ വിലയില്ല, അവന്റെ ആരോഗ്യത്തിന് വിലയില്ല, അവൻ രോഗിയായി പോവുകയാണ്. ഈ രോഗിയായ ഒരു മനുഷ്യൻ മാറുമ്പോഴാണ് അവനക്ക് ആശ്രയം വേണ്ടത്. ആശ്രയമാണ് SYS നൽകുന്നത്. ഇത് വെറും വാക്കുകളല്ല. നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലേക്ക് പോയി നോക്കുക. കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും തൃശൂരിന്റെയും മെഡിക്കൽ കോളേജുകളിലേക്കും ജില്ലാ ആശുപത്രി കേന്ദ്രങ്ങളിലേക്ക് പോയി നോക്കുക. അവിടെ നിങ്ങൾക്ക് സർവസമയ സന്നദ്ധരായ നിരവധി വളണ്ടിയേഴ്സിനെ കാണാം. നമുക്ക് ആ വളണ്ടിയേഴ്സ് SYSന്റെ സാന്ത്വനം പ്രവർത്തകന്മാരാണ്. SYSന്റെ സാന്ത്വനം പ്രവർത്തകന്മാർ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ സർവസജ്ജരായി നിലയുറപ്പിച്ചു നിൽക്കുന്നു. എന്തിന്? റോഡിന്റെ ഇരുഭാഗങ്ങളിലൂടെ ചീറിയോടുന്ന വാഹനങ്ങളിൽ അടിമപ്പെട്ട് അപകടത്തിൽപ്പെട്ട് പിടയുന്ന ശരീരവുമായി, ചോരയൊലിക്കുന്ന ശരീരവുമായി ആംബുലൻസിൽ ചീറി വരുന്ന വാഹനങ്ങളിൽ അത് കാഷ്വാലിറ്റിയുടെ മുന്നിലെത്തിയാൽ അവിടെ ശരീരത്തിൽ മണ്ണ് പുരടുന്നുണ്ടോ, രക്തമാകുന്നുണ്ടോ എന്ന് നോക്കാതെ ആ രോഗിയെ, അപകടത്തിലേക്ക് വന്ന് ഭവിച്ച രോഗിയെ
കൈയോടെ എടുത്തുകൊണ്ടുപോയി ബെഡിൽ കിടത്തി അവർക്ക് ആശ്വാസം നൽകുന്ന, അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന, അതിനെല്ലാം തയ്യാറായിട്ടുള്ള ഒരുപാട് പ്രവർത്തകന്മാർ SYSന്റെ വളണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ, SYS യൂണിറ്റുകളിൽ നിന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ച, റമളാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച സാന്ത്വനം പ്രവർത്തനത്തിലേക്ക് സ്വരൂപിക്കാറുണ്ട്, സംഖ്യ സ്വരൂപിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 1 കോടി രൂപയുടെ മരുന്നുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കാർഡുകൾ SYS യൂണിറ്റ് തലങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. 10,000 രൂപ ഒരു വർഷം, 10,000 രൂപയുടെ മരുന്നുകൾ വാങ്ങിക്കാനുള്ള കാർഡുകൾ, 5,000-ന്റെയും 3,000-ന്റെയും മെഡിക്കൽ കാർഡുകൾ വിതരണം ചെയ്യുമ്പോൾ 1 കോടിയിലേറെ സംഖ്യയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത്. യൂണിറ്റുകളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന് നാണയത്തുട്ടുകളായി സമ്പന്നരുടെയും പാവങ്ങളുടെയും കൈകളിൽ നിന്ന് സ്വരൂപിക്കുന്ന നാണയത്തുട്ടുകൾ അത് എവിടെയോ ബാങ്കിൽ കൊണ്ടുപോയി ലാവിശായി ചെലവഴിക്കാനുള്ളതല്ല, പാവങ്ങളായ രോഗഗ്രസ്തരായ സഹോദരങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം 1 കോടി രൂപയുടെ മെഡിക്കൽ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം വാദി സലാം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ കീഴിൽ കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാടായിട്ടുണ്ട് മെഡിക്കൽ കാർഡുകളും അതോടൊപ്പം തന്നെ ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു വരികയാണ്. ആ ഭക്ഷണ കിറ്റുകൾ പാവങ്ങളായ സഹോദരങ്ങൾക്ക് വല്ലാത്ത ആശ്വാസമാണ്. വാദി സലാം ഇവിടെ വരുന്നതിന് മുന്നേയും അതിനുശേഷവും SYSന്റെയും SSFന്റെയും നേതൃത്വത്തിൽ ഈ ചെറുവാഞ്ചേരി യൂണിറ്റിൽ നിന്ന് ഒട്ടനവധി പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകിയത് നമ്മുടെയൊക്കെയും അനുഭവത്തിലുണ്ട്. നമ്മളിവിടെ അറിയേണ്ടത്, അന്നമില്ലാതെ കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പോലും യാചിച്ച് തെരുവ് തണ്ടുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. സമ്പന്നതയുടെ പളപളപ്പിൽ മാനമുട്ടയെ ഉയർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കി അതിൽ സ്വർഗം പണിയുന്ന ആധുനിക മുതലാളിമാർക്ക് മുന്നിൽ SYS കൈ നീട്ടുകയാണ്. തരൂ സഹോദര, പണം തരൂ. നിങ്ങൾ പണം തന്നാൽ അത് പാവപ്പെട്ടവർക്കുള്ളതാണ്, അത് അന്നത്തിന് വകയില്ലാത്തവർക്കുള്ളതാണ്. അവർ ബെഡിൽ കിടക്കുന്നവർക്ക് ശരീരം പൊട്ടി ചോരയൊലിക്കുമ്പോൾ മലർന്നു കിടക്കാൻ കഴിയാതെ പിന്നീട് ചെരിഞ്ഞു കിടക്കുകയും അവസാനം വേദന തിന്ന് കഷ്ടപ്പെട്ട് എന്നേക്കുമായി മരണത്തിന് വേണ്ടി തൃപ്തിപ്പെട്ടു കൊടുക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യരായ രോഗികൾക്ക് നിങ്ങൾ വാട്ടർ ബെഡ് വാങ്ങിച്ചു കൊടുക്കാം, എയർ ബെഡ് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ എയർ ബെഡിലൂടെയും വാട്ടർ ബെഡിലൂടെയും നിരവധി രോഗികൾക്ക് ആശ്വാസം നൽകാനുള്ള പ്രവർത്തനങ്ങൾ SYSന്റെ സാന്ത്വനം വളണ്ടിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. പാനൂര് ഭാഗത്ത് 5ഓളം കേന്ദ്രങ്ങളിൽ SYSന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂരാറയിലുണ്ട്, പൂക്കോമിലുണ്ട്, കടവത്തൂരിലുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വാദി സലാം എഡ്യൂക്കേഷണൽ സെന്ററിന്റെ കീഴിൽ SYSന്റെ നേതൃത്വത്തിലായി അടുത്ത സമയത്ത് പൈനൻ പാലിയേറ്റീവിന്റെ സംഘം നമ്മുടെ വീടുകളിൽ എത്തുമെന്നുറപ്പാണ്. വീടുകളിൽ രോഗികളായി കിടക്കുന്ന സഹോദരങ്ങൾ, അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവാൻ സാമ്പത്തികമായ സ്രോതസ്സില്ലാത്തവർ, അവർ വീടുകളിൽ വന്ന് ചികിത്സിക്കുന്ന പൈനൻ പാലിയേറ്റീവിന്റെ സംഘം ഇൻഷാ അല്ലാഹ് പദ്ധതി ആവിഷ്കരിച്ചു വരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ രോഗികളോടൊപ്പം നിൽക്കണം. രോഗികളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്നാൽ പടച്ചവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, തീർച്ചയാണ്. തിരുവനന്തപുരത്ത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വരുന്ന വലിയൊരു സാന്ത്വന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RCC ക്യാൻസർ സെന്റർ. ആ ക്യാൻസർ സെന്ററിന് തൊട്ടടുത്തായി വലിയൊരു സ്ഥാപനം ഈ സംഘടനയുടെ കീഴിലായി തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെ ക്യാൻസർ സെന്ററിൽ വരുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗികൾ, നമുക്കറിയാലോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മരണമല്ലാതെ മാർഗമില്ല. വല്ലപൂർവമായി ചില സഹോദരങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാറുണ്ടെങ്കിലും ചിലപ്പോൾ അറിയുന്നത് തന്നെ 2-3 സ്റ്റേജ് കഴിഞ്ഞായിട്ടായിരിക്കുമെങ്കിലും ആ ക്യാൻസറിന്റെ അടിമകളായി മാറുന്ന,
വിറ്റുകളായി മാറിപ്പോകുന്ന ഹതഭാഗ്യരായ ജനങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അവർ കോടിയേരിയിൽ പോയാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിൽ പോയാലും അവർക്കുള്ള പിന്നീടുള്ള ആശ്വാസം മരണമാണ്. ഇങ്ങനെ മരണത്തിന്റെ വാതായനങ്ങളിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തുപോയ എത്രയെത്ര മനുഷ്യരുണ്ട്. അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആശ്വാസം പകരാൻ ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ SYSന്റെ പ്രവർത്തകന്മാരുണ്ട്, നിങ്ങളുടെ കൂടെ കൂട്ടിരിപ്പാവാൻ നമ്മളുണ്ട്. കഴിഞ്ഞ 24-ാം തീയതി, ഏപ്രിൽ 24-ാം തീയതി SYSന്റെ സ്ഥാപക ദിനമായിരുന്നു. SYSന്റെ സ്ഥാപക ദിനത്തിന് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഈ സംഘടനയുടെ പ്രവർത്തകന്മാർ അവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക്, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ അന്നം നൽകി. എന്താവേശത്തോടുകൂടിയാണ് അവർ സ്വീകരിക്കുന്നത്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരായിരിക്കില്ല ചിലപ്പോൾ അവിടെയുള്ളവർ. പക്ഷേ സാന്ത്വനത്തിന്റെ വകയായി, മനുഷ്യ സ്നേഹത്തിന്റെ വകയായി, ആർദ്രതയുടെ കണ്ണുകളോടുകൂടെ നിങ്ങൾ നീട്ടുന്ന ഭക്ഷണപ്പൊതികൾ സ്നേഹത്തോടെ നെഞ്ചേറ്റ് വാങ്ങി കൈകൂപ്പി തിരിച്ചു പോകുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീര് നമ്മൾ കാണുകയാണ്. അവരുടെ മനസ്സിന്റെ വേദന നമ്മൾ കാണുകയാണ്. അങ്ങനെ പാവപ്പെട്ട രോഗികളോടൊപ്പം നിങ്ങൾ ഇരിക്കാൻ തയ്യാറുണ്ടോ? കൂട്ടിരിക്കാൻ തയ്യാറുണ്ടോ? പടച്ചവന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഇന്നലെ ഓതി വെച്ച ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, നാളെ പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുന്നിൽ നിങ്ങൾ എത്തിയാൽ പടച്ചവൻ സാങ്കല്പികമായി നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മനുഷ്യരോട്. എന്താ ചോദിക്കുക? ഞാൻ രോഗിയായി കിടന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചിട്ടില്ല. മനുഷ്യർ ചോദിക്കും, അല്ല പടച്ചവനെ, നിങ്ങൾ റഹ്മാനാണ്, റഹീമാണ്, പരിപൂർണനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് രോഗം വരിക? നിങ്ങൾ ലോകരക്ഷിതാവല്ലേ? അപ്പോൾ അള്ളാഹുവിന്റെ തിരിച്ചുള്ള വർത്തമാനം, എനിക്ക് രോഗം വരില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എന്റെ ഒരു അടിമ, ആ അടിമക്ക് രോഗം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സന്ദർശിച്ചിട്ടില്ല എന്ന് പടച്ചവൻ നമ്മോട് തിരിച്ചു ചോദിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അരിഫീങ്ങളുടെ നേതാവായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ വല്ലാതെ അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാനാണ്. തന്റെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ശരീരത്തിൽ ആകമാനം വ്രണം ബാധിച്ച് പൊട്ടിയൊലിച്ച് അതിൽ നിന്ന് രക്തവും ചലവുമൊക്കെ മുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെരുവനായ, ആ തെരുവനായെ എല്ലാവരും ആട്ടി ഓടിക്കുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. ഈ സമയം നാട്ടുകാരെയൊക്കെ അകറ്റി മാറ്റി മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നാട്ടുകാരെയൊക്കെ മാറ്റി നിർത്തി ആ തെരുവിൽ വേദന സഹിക്കുന്ന നായിയെ വാരിയെടുത്ത് മലഞ്ചെരുവിൽ കൊണ്ടുപോവുകയും 40 ദിവസം ആ ശരീരത്തിലുണ്ടായ വ്രണങ്ങളിൽ മരുന്ന് വെച്ചുകൊടുത്ത് അതിനെ സംരക്ഷിച്ച് നല്ലൊരു കുട്ടപ്പൻ നായിയാക്കി തെരുവിലേക്ക് ഇറക്കിയ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്ന ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും നേതാവിനോട് നാട്ടുകാര് ചോദിച്ചു, അല്ല റിഫായി, നിങ്ങൾ എന്താണ് ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്? തെരുവുനായയായി നാട്ടുകാരൊക്കെ മാട്ടി ഓടിച്ച് എറിഞ്ഞ് ഓടിച്ച നായയെ നിങ്ങൾ മലഞ്ചെരുവിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ രോഗമൊക്കെ ഭേദമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ഞാൻ നായയെ സംരക്ഷിച്ചതും അതിന്റെ വ്രണങ്ങളിൽ മരുന്ന് വെച്ച് കൊടുത്തതും ആ നായയോട് എനിക്ക് ജീവിയമായൊരു സ്നേഹമുണ്ടായതുകൊണ്ടാണ്. മാത്രവുമല്ല, നമ്മൾ നാളെ മഹ്ശറിലെത്തിയാൽ പടച്ചവന്റെ കോടതിയിൽ ഞാനും ഉണ്ടാകും, മൂകജീവിയായ നായയും ഉണ്ടാകും. ആ നായയെ നീ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? എന്റെ ഒരു അടിമയല്ലേ റിഫായി നായ, നീയും എന്റെ ഒരു അടിമയല്ലേ? എന്റെ അടിമയായ മൂകജീവിയായ ബുദ്ധിയില്ലാത്ത നായക്ക് ശരീരത്തിൽ വ്രണം ബാധിച്ച് നാട്ടുകാരൊക്കെയും എറിഞ്ഞോടിക്കുമ്പോൾ അടിയോടിക്കുമ്പോൾ നീ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല എന്നെന്നോട് എന്റെ റബ്ബ് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയണമെങ്കിൽ ഞാൻ ആ നായയെ സംരക്ഷിച്ചേ മതിയാവൂ എന്ന് സുൽത്താനുൽ ആരിഫീൻ
മുഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞു വെക്കുന്നത് നായ എന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് നനവോടുകൂടെ തൊട്ടാൽ 7 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണമെന്ന് നിഷ്കർഷിച്ചവ മതമാണ് വിശുദ്ധ ഇസ്ലാം. അതിലൊരു വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമാവണം, കാരണം അത് നജസാണെന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാലും ആ നായയെ നിങ്ങൾ കല്ലെടുത്തെറിയാൻ പാടില്ല, അതിന് ശല്യമില്ലെങ്കിൽ അതിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അതിനെ നിങ്ങൾ കൊന്നുകളയാൻ പാടില്ലെന്നാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനങ്ങൾ. മാത്രവുമല്ല, നായ എത്ര തന്നെ നീചമാണെങ്കിലും നായയെ നീചമായ രീതിയിൽ നിന്ദിക്കുന്ന രീതിയിൽ നായയെ നായ എന്ന് വിളിച്ചു പോലും നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോലും പാടില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പാഠമോദി തരികയാണ്. ഇത് ബഹുമാനത്തിന്റെ മതമാണ് വിശുദ്ധ ഇസ്ലാം, ആദരവിന്റെ മതമാണ് വിശുദ്ധ ഇസ്ലാം. അപകീർത്തിപ്പെടുത്തൽ ഇസ്ലാമിന്റെ അജണ്ടയല്ല, നിന്ദ്യത വിശുദ്ധ ഇസ്ലാമിന്റെ അജണ്ടയല്ല. ഓരോ മനുഷ്യനും ഓരോ വ്യക്തികൾക്കും തങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിക്കുന്നത് വിധത്തിൽ ഒരാളും പെരുമാറരുത്, ഒരാളും ചീത്ത വിളിക്കരുത്, അസഭ്യം പറയരുത്, ഇകഴ്ത്തി കാണിക്കരുത്. കാരണമല്ല, കുല്ലുക്കും മിന്നാദം ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്. ആദം നബി അലൈഹിസ്സലാമോ മണ്ണിൽ നിന്നാണ് ജനിക്കപ്പെട്ടിട്ടുള്ളത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളായ നിങ്ങൾക്ക് ചിലപ്പോൾ തറവാടിത്തപരമായ മഹിമയുണ്ടാവാം, ചിലപ്പോൾ രാഷ്ട്രപരമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവാം. എന്നാലും മനുഷ്യരെല്ലാവരും സമന്മാരാണ്. സമന്മാരായ മനുഷ്യന്മാര് പരസ്പരം അവഹേളിക്കരുത്, ആക്ഷേപിക്കരുത്, നിന്ദിക്കരുത്, തീരെ മോശമാക്കി സംസാരിക്കാനും പാടില്ലെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ ആദർശം ഓ വിശ്വാസികളെ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇന്നും വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ റമളാൻ സഹകരണത്തിന്റെ മാസമാണ്, സദഖയുടെ മാസമാണ്, ദാനധർമ്മങ്ങളുടെ മാസമാണ്. വിശുദ്ധ ഇസ്ലാം പരസ്പര സഹകരണത്തിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം റമളാനിൽ പാവപ്പെട്ട യാചകന്മാരെ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ആട്ടിയോടിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നില്ല. ചിലപ്പോൾ 100 പേരിൽ 10 പേര് കള്ളന്മാരാവാം, അല്ലെങ്കിൽ കൊള്ളക്കാരാവാം, അല്ലെങ്കിൽ തട്ടിപ്പിന്റെ ആളുകളാവാം എന്ന് വെച്ച് ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വീട്ടിൽ വന്ന് റമളാനിന്റെ പുലർച്ചയിൽ കൈനീട്ടി യാചിക്കുമ്പോൾ നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവരെ നിർദാക്ഷിണ്യം തട്ടിക്കളയാൻ പാടില്ലെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. നാടുകളിൽ യാചകന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഇല്ലാത്ത യാചകന്മാരെ ഉണ്ടാക്കി നമ്മൾ പ്രകോപിതരാക്കുകയും വേണ്ടതില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പാവങ്ങളെ നല്ലവണ്ണം സഹായിക്കാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. കൈയഴിഞ്ഞ് സഹായിക്കാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. സദഖകൾ വാരി കൊടുക്കാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. നല്ലവണ്ണം നോമ്പനുഷ്ഠിക്കാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. റമളാനിലെ നോമ്പിന്റെ ലക്ഷ്യം തന്നെ പാവപ്പെട്ടവരുടെ വിശപ്പ് പണക്കാരും കൂടി ആസ്വദിക്കാനുള്ള ലക്ഷ്യമാണ്. 3 നേരം സുഭിക്ഷമായി മൂക്കറ്റം ഭക്ഷിക്കുന്ന മനുഷ്യരായ നമുക്ക് ഒരു നേരം പാവപ്പെട്ട മനുഷ്യന്റെ വിശപ്പിന്റെ വിളിയാളം കേൾക്കാനും രുചിച്ചറിയാനുമുള്ള ഏറ്റവും നല്ല ചാൻസ് കൂടിയാണ് റമളാൻ. ആ റമളാനിൽ പാപമോചനത്തിന്റെ ദിവസങ്ങളാണ്, പാപമോചനത്തിന്റെ സമയങ്ങളാണ്. നമ്മൾ മലയോളം വലുപ്പമുള്ള പാപങ്ങൾ ചെയ്താലും അല്ലാഹു റഹീമാണ്, അല്ലാഹു വല്ലാതെ പൊരുത്തപ്പെടുന്നവനാണ്, കാരുണ്യവാനാണ്. കാരുണ്യവാനായ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് നിങ്ങളുടെ 2 കൈകളും നീട്ടിയിട്ട് നമ്മളങ്ങ് പടച്ചവനോട് പൊരുത്തപ്പെടിച്ചാൽ, തൗബ ചെയ്താൽ, പ്രാർത്ഥന നടത്തിയാൽ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, പടച്ചവന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മളാരും ആശ മുറിഞ്ഞു പോവാൻ പാടില്ല. എത്ര മദ്യപിക്കുന്നവൻ
കളിക്കുന്നവനാണെങ്കിലും എത്ര ചൂതാട്ടം കളിക്കുന്നവനാണെങ്കിലും മൊബൈലിൽ എത്ര തന്നെ ഹറാമുകൾ കാണുകയും കേൾക്കുന്നവരാണെങ്കിലും റബ്ബിന്റെ ലോകത്ത് റബ്ബിന്റെ സവിധത്തിലേക്ക് അവന്റെ ദർബാറിലേക്ക് കൈകളുയർത്തിയിട്ട് തേടി നോക്കൂ മുഅ്മിനേ, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹ് തന്നെ മതി. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നാട്ടിൽ മുഴുവനും വരൾച്ചയാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല. സർവ്വ പുഴകളും വറ്റിവരണ്ടുപോയി, സർവ്വ കിണറുകളും കുളങ്ങളും വറ്റിവരണ്ടുപോയി. ആ സമയം നാട്ടിലെ മുഴുവൻ മുഅ്മിനീങ്ങളെയും വിളിച്ച് മൂസാ നബി അലൈഹിസ്സലാം മഴയ്ക്ക് വേണ്ടി വലിയൊരു ടൗണിൽ, വലിയൊരു നഗരത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയാണ്. പ്രാർത്ഥന കുറെ നേരം നടത്തിയിട്ട് കഴിഞ്ഞിട്ടും മഴ പെയ്യുന്നില്ല. ഈ സമയം അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും വിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടി ഇത്ര നേരം പ്രാർത്ഥന നടത്തിയിട്ടും എന്തേ റബ്ബേ ഉത്തരം ചെയ്യാത്തത്? മഴ പെയ്തില്ലല്ലോ. ആ സമയം അല്ലാഹ് മൂസാ നബിക്ക് കൊടുത്ത മറുപടി, നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി എന്നിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാതെ അല്ലാഹ് എന്നുപോലും വിളിക്കാത്ത, അല്ലാഹ് എന്നുപോലും വിളിക്കാത്ത വല്ലാത്തൊരു ദൈവനിഷേധി നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉത്തരം ചെയ്യാത്തത്. മൂസാ നബി അലൈഹിസ്സലാം നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു, ഇവിടെയുള്ള മുഴുവൻ സസ്യജലങ്ങളും സസ്യങ്ങൾ മുഴുവനും നശിച്ചു തീരുകയാണ്. മനുഷ്യർ മുഴുവനും കുടിവെള്ളമില്ലാതെ മരിച്ചു പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ 40 വർഷമായി പടച്ചവനെ ഇബാദത്ത് ചെയ്യാത്തൊരു മനുഷ്യനുണ്ട്. ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോവണം. ആ മനുഷ്യൻ അറിയാം ഞാനാണ് അയാളെന്ന്. പക്ഷേ ആ മനുഷ്യൻ 40 വർഷമായി പടച്ചവന്റെ കൽപ്പനകളൊന്നും സ്വീകരിക്കാതെ, പടച്ചവന്റെ വർജനകളൊന്നും ഒഴിവാക്കാതെ അള്ളാഹുവിനെ ധിക്കാരം ചെയ്ത് ജീവിച്ച മനുഷ്യനായി. ആ മനുഷ്യൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇറങ്ങിപ്പോകുമ്പോൾ 40 വർഷം അള്ളാഹുവിനെ ധിക്കാരം ചെയ്തവൻ ഇറങ്ങിപ്പോകുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞ് വഷളാകുമല്ലോ. ആ മനുഷ്യൻ അവിടെ നിന്ന് കൈ ഉയർത്തുകയാണ്. യാ റബ്ബ്, 40 വർഷം നിന്റെ അന്നം ഭക്ഷിച്ച് ജീവിച്ചവനാണ് ഞാൻ, നിന്റെ വായു ശ്വസിച്ച് ജീവിച്ചവനാണ് ഞാൻ, നിന്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ച് ജീവിച്ചവനാണ് ഞാൻ. 40 വർഷം വരെ എന്നെ നീ വഷളാക്കിയില്ല. നീ എനിക്ക് പാപമോചനം നൽകാതെ ഞാൻ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഈ നാട്ടുകാർ മുഴുവനും 40 വർഷമായി പടച്ചവന് കീഴ്പ്പെടാത്തവനാണെന്ന് എന്നെ വിളിച്ച് ആക്ഷേപിച്ചാൽ എനിക്ക് വഷളാണ്, എന്റെ ഇജ്ജത്തിന് കേടാണ്. അതുകൊണ്ട് യാ റബ്ബ്, എനിക്ക് നീ പുറത്തു തരണേ എന്നീ മനുഷ്യൻ കരഞ്ഞ കണ്ണുകളോടുകൂടെ, വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനോടങ്ങ് തേടിയപ്പോൾ അള്ളാഹുവിനോട് എല്ലാവരും കൂടി മഴയ്ക്ക് വേണ്ടി പിന്നീടും തേടി. മഴയതാ പെയ്യുന്നു, നാട്ടിൽ മുഴുവനും വെള്ളം ലഭിക്കുന്നു. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, എന്ത് റബ്ബേ, ആരുടെയോ പാപം നീ പുറത്തുപോ സ്വീകരിച്ചുവോ, തൗബ സ്വീകരിച്ചുവോ? ആ സമയം അല്ലാഹ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റഹ്മാനാണ് അല്ലാഹ്, റഹീമാണ് അല്ലാഹ്, ഗഫൂറാണ് അല്ലാഹ്. നമ്മുടെ പാപം പൊറുപ്പിക്കാൻ അല്ലാഹ് തന്നെ കൂടുതൽ മതി. അതുകൊണ്ട് പാപം പൊറുപ്പിക്കാനുള്ള മാസത്തിൽ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യാനും പാവങ്ങളോടൊപ്പം ജീവിക്കാനും പാവങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യാനും നമ്മുടെ മനസ്സ് വയ്ക്കാൻ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിൽ ഇബാദത്തുകളോട് ധന്യമാക്കാൻ നമുക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വല്ല നന്മയും നമ്മുടെ ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ടേയിരിക്കണം. അതിലേറ്റവും നല്ല നന്മയാണ് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തുള്ള, അടുത്ത വീട്ടിലുള്ള, നാട്ടിലുള്ള ഏതെങ്കിലും ഒരു രോഗിയെ ചെന്ന് കണ്ട് ആശ്വാസം കൊടുക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള പ്രവർത്തനം.
പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് വട്ടം നടന്നിട്ടുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ പാവങ്ങളോടൊപ്പം കഴിയാൻ, രോഗികളോടൊപ്പം കഴിയാൻ, അബലരായ ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കാനുള്ള സാധന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേന്ദ്രത്തിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. വീൽ ചെയറിന് വേണ്ടി സംഭാവന നൽകിയവർക്ക് ജീവിതത്തിൽ വീൽ ചെയർ ഉപയോഗിക്കാൻ നീ ഭാഗ്യം കൊടുക്കല്ല അല്ലാ. പ്രഷറും ഷുഗറും മെഷീന് വേണ്ടി സംഭാവന ചെയ്തവർ, അതുപോലെ മെഡിക്കൽ കട്ടിലിന് വേണ്ടി, വാട്ടർ ബെഡിന് വേണ്ടി, എയർ ബെഡിന് വേണ്ടി സംഭാവന നൽകിയവർക്ക് നീ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. സംരക്ഷിക്കണേ പടച്ചോനേ. ഈ ദുആഇന്റെ സദസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാനുള്ള ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. ഈ സെന്ററിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ക്ഷീണമായി വീട്ടിൽ കിടക്കുകയാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനം ഉത്തരോത്തരം വളർന്നു കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. മുസഹാജി എന്ന നിഷ്കളങ്കനായ മനുഷ്യൻ രോഗിയായി ആശുപത്രിയിൽ വിശ്രമിക്കുകയാണ്. നീ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാലം ദീനിന് ഖിദ്മ ചെയ്യാനും സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കാനും അവർക്കെല്ലാം നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലസീൽ അഹ്സനി നമുക്ക് വേണ്ടി വഅദ് പറഞ്ഞു വരും. ആ വഅദ് നിങ്ങളൊക്കെയും കേട്ട് സന്തോഷത്തോടുകൂടെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രദേശത്തിന്റെ വിളക്കുമാടമായ മഖ്ദൂമിയ എഡ്യൂക്കേഷണൽ സെന്റർ എന്ന സ്ഥാപനം അൽഹംദുലില്ലാഹ് 10 വർഷമായി കൂത്തുപറമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് മഖ്ദൂമിയ കാലെടുത്തു വെച്ചപ്പോൾ അൽഹംദുലില്ലാഹ് വിദ്യാഭ്യാസപരമായ വൈജ്ഞാനിക മുന്നേറ്റം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ CBSE സിലബസിൽ നടന്നു വന്നിരുന്ന ഹൈസ്കൂളും സെക്കൻഡറി മദ്രസയും, അതോടൊപ്പം SSLC കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി മതഭൗതിക വിദ്യാഭ്യാസം നുകരാനുള്ള വിമൻസ് കോളേജ് കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. വീട്ടിന്റെ മുറ്റത്തിൽ നിന്ന് സ്കൂൾ വാഹനത്തിൽ കയറി കോളേജ് ക്യാമ്പസിൽ ഇറങ്ങി തിരിച്ച് കോളേജ് ക്യാമ്പസിൽ നിന്ന് വീട്ടുമുറ്റത്തേക്ക് സൗകര്യപ്പെടുത്തുന്ന രീതിയിൽ ഇസ്ലാമിക അച്ചടക്കവും ധാർമ്മികമായ വേഷവിധാനവും ആരാധനയിൽ കണിശതയും പഠനത്തിൽ പുരോഗതിയും നേടിക്കൊടുക്കുന്ന മഖ്ദൂമിയ വിമൻസ് കോളേജ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കറിയാം, പെൺകുട്ടികൾ എന്നും ഒരു ആധിയാണ്, പേടിയാണ്. എവിടെ പറഞ്ഞേക്കണമെന്ന് ഇന്നും ആശങ്കയോടുകൂടെ കാണുന്നവരാണ് രക്ഷിതാക്കൾ. SSLC കഴിഞ്ഞാൽ ഇനി എന്ന് കൈമലർത്തി പലരോടും എന്ത് ചെയ്യണം, എങ്ങനെ പഠിപ്പിക്കണമെന്ന് ആശങ്കയോടുകൂടെ പറയുമ്പോൾ അവർക്ക് ആശയുടെ തുരുത്തായി മഖ്ദൂമിയ സ്ഥാപനങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്ത്, വിപുലമായ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SSLC +2 പഠനം കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്ക് പ്രധാനപ്പെട്ട സൂറത്തുകളും ജുസുകളും മനപ്പാഠം പഠിക്കാനുള്ള റൈഹാൻ കോളേജ് ഓഫ് ഖുർആൻ ഫോർ ഗേൾസ്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള റൈഹാൻ ഖുർആൻ കോളേജ് കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുണ്ട്. ദിവസവും തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച്, സുബ്ഹി നിസ്കാരം നിർവഹിച്ച്, ഖുർആൻ ഓതി കോളേജിൽ വരുന്നതുവരെയും പഠിക്കാനുള്ള ഹിഫ്ദിന്റെ ഭാഗങ്ങൾ പഠിച്ച് അൽഹംദുലില്ലാഹ് ഒറ്റ വർഷം കൊണ്ട് തന്നെ
ഡേ കോളേഴ്സായ വിദ്യാർത്ഥിനികൾ 8ഉം 10ഉം ജുസുകൾ മനപ്പാഠം പഠിച്ചവർ, അവരിൽ തന്നെ അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നങ്ങളിൽ പോലും ദർശിച്ച നല്ല വിദ്യാർത്ഥിനികൾ ഉണ്ട് എന്ന് സന്തോഷത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ജസീൽ ഹസനി എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാൻ 4-നും 5-നും മെയ് 19, 20 തീയതികളിൽ മഖ്ദൂമിയിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള റമളാൻ പ്രഭാഷണവും എല്ലാ മാസത്തിലെയും 3-ാം ഞായറാഴ്ച നടന്നുവരുന്ന നാരിയത്തുസ് സ്വലാത്ത് അൽഹംദുലില്ലാഹ് വലിയ ഫലമുള്ള വലിയ യാഥാർത്ഥ്യങ്ങളുള്ള മഹാനായ മർഹൂം നിരിക്കോട് മുഹമ്മദ് ഉസ്താദ് നിർദ്ദേശിച്ചതനുസരിച്ചുള്ള നാരിയത്തുസ് സ്വലാത്ത് നടക്കുന്ന ആ നാരിയത്തുസ് സ്വലാത്തിന്റെ സദസ്സ് കൂടി മെയ് 19, 20 ദിവസങ്ങളിൽ നടക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ആ സദസ്സിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് റമളാനിലെയും അല്ലാത്തതെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും നിങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെയും സഹകരിക്കുന്നവരെയും ഉൾപ്പെടുത്തണമെന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മോട് റമളാൻ മുന്നൊരുക്ക വഅദ് പറയാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജസീൽ ഹസനി നമുക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്നു. ആ സെന്ററിന്റെ ഭാഗത്തിരിക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് വിനീതമായി അറിയിച്ച് ഉസ്താദിനെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു.